ഇപ്പം ട്രൈ ചെയ്ത ആസ്പിറൻസിന് പക്ഷെ നല്ല ഓപ്പർച്യൂണിറ്റി ഇപ്പം നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് പ്ലസ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറേഷനിലൊക്കെ ഉള്ളവർക്ക് JEI ജോയിൻ ചെയ്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറായി പ്രൊമോഷൻ കിട്ടാൻ 20 വർഷം 25 വർഷമൊക്കെ എടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സ്ട്രെങ്ത് വളരെ കുറവായതുകൊണ്ട് 10 വർഷം 12 വർഷം ആകുമ്പോൾ അവരെല്ലാവരും അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകുന്നതിനുള്ള ഒരു പ്ലസ് പോയിന്റ് പോയി. സിസ്റ്റമാറ്റിക് വർക്കിംഗ് പ്രൊസീജിയർ ഉണ്ട് CPWDക്ക്. അതായത് അത് വെൽ ഡിഫൈൻഡ് ആണ്. അതായത് ടൈം പ്രൂവണവും കൂടിയാണിത്. അതായത് ആദ്യകാലങ്ങളിലൊക്കെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ 6-7 പിന്നെ ഒരു പോർഷൻ കംപ്ലീറ്റ് ഡ്രോയിങ് ബോർഡ്സ് ആയിരിക്കും ഓഫീസിൻ്റെ. വലിയ വലിയ ബോർഡ് നിന്നിട്ട് വരയ്ക്കുന്നത്. ഇപ്പോൾ ആ കാര്യങ്ങളില്ല. ഇപ്പോൾ ഓട്ടോകേഡ് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യവും കുറേ സിമ്പിളായിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു സിവിലിയൻസ് പോഡ്കാസ്റ്റ്. SSC JEE എക്സാമിന് പ്രിപ്പയർ ചെയ്ത എല്ലാ ആസ്പിറൻസിനും വളരെ ഇൻസ്പയറിങ്ങും ഇൻഫോർമേറ്റീവും ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരിക്കും ഇന്നത്തേത്. ജോയിനിങ് us ടുഡേ ദ ഫോർമർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറ്റ് CPWD എഞ്ചിനീയർ M സത്യൻ സാർ. CPWDയിൽ ജൂനിയർ എഞ്ചിനീയറായി സ്റ്റാർട്ട് ചെയ്ത സാറിൻ്റെ കരിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെ എത്തി നിന്നു. അതായത് അറൗണ്ട് ഒരു 40 years എക്സ്പീരിയൻസ് ആണ് ഈ ഫീൽഡിൽ. അതുപോലെ തന്നെ കേരളത്തിലെ PMSSY പ്രോജക്ട് ഡിവിഷൻ ഉൾപ്പെടെ നിരവധി സെൻട്രൽ ഗവൺമെൻറ് പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ് സാറ്. സാറിനെ ഏറെ ബഹുമാനത്തോടും കൂടി ആദരവോടും കൂടി ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുവാൻ. വെൽക്കം സാർ ടു ദ സെഷൻ. നമസ്കാരം സാർ. ഇപ്പം CPWDയിലേക്കുള്ള താങ്കളുടെ ഒരു ജേണി കാണും. അതുപോലെ തന്നെ അത് എങ്ങനെ ആരംഭിച്ചു, ഇനി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് സർവീസ് തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ കാണുമല്ലോ, അതൊക്കെ നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. CPWDയിലെ എൻ്റെ ജോലി ഞാനൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. എൻ്റെ യാത്ര തുടങ്ങുന്നത് പത്രപരസ്യത്തിലൂടെയാണ്. പിന്നെ CPWDയുടെ ജോബ് അഡ്വർടൈസ്മെൻറ്റ് പത്രത്തിൽ വരികയും അത് എൻ്റെ അച്ഛൻ കാണുകയും എന്നോട് അപ്ലൈ ചെയ്യാൻ ഇൻസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭാഗ്യത്തിന് ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് അതിൽ ഞാൻ സക്സസ് ആയി. എനിക്കതിൽ ജോലി കിട്ടി. ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ സാർ. അതുപോലെ തന്നെ ഇപ്പം ആ സമയത്ത് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാനും പിന്നീട് പബ്ലിക് സ്ട്രക്ചർ അല്ലെങ്കിൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിലേക്കൊക്കെ എത്താനായിട്ടുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു വില്ലേജിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവിടെ അവൈലബിൾ ആയിരിക്കുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ പോളിടെക്നിക് മാത്രമാണ്. അപ്പോൾ ആ SSLC കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ എൻറോൾ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു അവിടുത്തെ ടോപ്പ് റാങ്ക്ഡ് കോഴ്സും, അതുപോലെ എല്ലാവരും ജോലി സാധ്യതയുള്ളത്. അതുകൊണ്ട് അതിൽ തന്നെ ഞാൻ എൻറോൾ ചെയ്തു. എനിക്കതിൽ കിട്ടുകയും ചെയ്തു. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന് ശേഷം ജോലി കിട്ടിയതിൻ്റെ ശേഷം എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവോൾവ് ആകുന്നത്. സാർ, ഇതുപോലെ ഇപ്പം CPWDയിലേക്ക് ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ആദ്യത്തെ പോസ്റ്റിംഗ് സാർ ഓർക്കുന്നുണ്ടോ? അതുപോലെ തന്നെ അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്തൊക്കെയായിരുന്നു? കണ്ണൂരിലൊരു വില്ലേജിൽ നിന്ന് ബോംബെയിലേക്ക് പോസ്റ്റിംഗ് കിട്ടിയിട്ട് പോകുന്നു. അതുപോലെ എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അവിടെ ബോംബെ സെൻട്രൽ ഡിവിഷൻ 3-ലായിരുന്നു. ആ ബോംബെ സെൻട്രൽ ഡിവിഷൻ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പിന്നെ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് കൺസ്ട്രക്ഷനുമായിട്ട് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ഡിവിഷനായിരുന്നു. അവിടെ നിന്ന് ആദ്യത്തെ പോസ്റ്റിങ്ങിൽ ഞാൻ ഈ വലിയ വലിയ കെട്ടിടങ്ങളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ള എക്സ്പീരിയൻസുകൾ സ്വായത്തമാക്കുകയാണ് ചെയ്തത്. ഓക്കെ സാർ, ഇപ്പം ആരായാലും ഒരു പുതിയ ജോലിയിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഇവർക്ക് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതുപോലെ സാറിൻ്റെ ഒരു കരിയറിൽ എന്തെങ്കിലും ചലഞ്ചസ് വന്നിട്ടുണ്ടോ? അത് എങ്ങനെ സാർ ഓവർകം ചെയ്തു? അത് ഒന്ന് ഷെയർ ചെയ്യാമോ? ഈ 40 വർഷത്തെ യാത്രയിൽ ആദ്യത്തെ 3 വർഷം ഞാൻ ബോംബെയിലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അത് എൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ്. അതായത് സദേൺ റീജിയനിലേക്ക് വരണം എന്നുള്ള റിക്വസ്റ്റ് പ്രകാരമാണ്. അപ്പോൾ ഗവൺമെൻറ് തന്നു. പക്ഷേ ഈ ചെറിയൊരു സമയത്ത് ഒരു 2 ട്രാൻസ്ഫർ, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 പ്ലേസിലുള്ള വർക്ക്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ എൻവയോൺമെൻറ്റുമായിട്ട് അക്വൈൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യത്തെ പ്രോബ്ലം. അതുപോലത്തെ ഭാഷ വ്യത്യാസം, അതുപോലെ ഭക്ഷണ സാഹചര്യങ്ങൾ വ്യത്യാസം, ഇതൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വരിക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചാലഞ്ച്. ഇതേ സമയത്ത് തന്നെയാണ് എൻ്റെ AMI പഠനം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ജോലിയുടെ കൂടെ തന്നെ ഈ പിന്നെ സെൽഫ് സ്റ്റഡിയാണ് AMI. അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് നമ്മൾ സെൽഫ് സ്റ്റഡി ആയതുകൊണ്ട് പുസ്തകങ്ങൾ കണ്ടുപിടിക്കുകയും, ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് തപ്പ് അങ്ങനെയുള്ള പരിപാടികളൊന്നും അന്ന് നടക്കില്ല. അന്ന് സ്പെസിഫിക് ബുക്ക് ഹൗസിൽ പോയി വാങ്ങിക്കുക എന്നുള്ളത് മാത്രം. അങ്ങനെ വാങ്ങിക്കുക, പഠിക്കുക, ആ ഒരു കണ്ടീഷൻ. അതും ഞാൻ ബാംഗ്ലൂരിൽ എത്തുന്നതോടുകൂടി അതും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു. അതായത് പിന്നെ ഇന്നത്തെ പോലെ എഞ്ചിനീയറിംഗ് കോളേജുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊരു ഗ്രാജുവേഷൻ ഈക്വലൻ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് AMI മാത്രമേ അന്ന് ഒരു സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. സാർ, ഇപ്പം അതുപോലെ തന്നെ ഇപ്പം ഫീൽഡ് വർക്കിലേക്ക്, ഒരു ഇനിഷ്യൽ ഫീൽഡ് വർക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സാറിന് കുറച്ച് ഇപ്പോൾ പ്രാക്ടിക്കലായിട്ടായിക്കോട്ടെ ടെക്നിക്കലായിട്ട് പഠിച്ച കുറച്ച് ലെസൺസ് കാണുമല്ലോ, അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാമോ സാർ? അത് CPWDയിൽ ഒരു വർക്കിനുള്ള ഒരു
എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്. അത് എല്ലാ കാര്യത്തിനും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ഓൺലൈനിലും പിന്നെ പബ്ലിക് പോർട്ടലിൽ അവൈലബിൾ ആണ്. എന്നിരുന്നാലും നമ്മൾ ബേസിക് ആയിട്ടുള്ള നോളജ്, സിവിൽ എഞ്ചിനീയറിംഗ് നോളജ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മളവിടെ പിന്നെ ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്ന പിന്നെ കൺസ്ട്രക്ഷൻ പ്രാക്ടീസ്, മെറ്റീരിയൽ സയൻസ്, അതുപോലെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചിരിക്കുന്നത്, അതായത് ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് ബീം എവിടെയുണ്ട്, കോൾ എവിടെയുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഫംഗ്ഷനും അതൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അതുപോലെ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം ഓരോ കാര്യം ചെയ്യുമ്പോൾ, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ആ സ്ട്രക്ചറൽ ബിഹേവിയറും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ കൺസ്ട്രക്ഷൻ നടത്തുക, അല്ലെങ്കിൽ എങ്ങനെ സൈറ്റ് സേഫായിട്ട് നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അവിടെ പ്രാക്ടിക്കലായിട്ട്, അതായത് ഇപ്പൊ തിയറിറ്റിക്കലി നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയെന്നുള്ളത്. സർ, അതുപോലെ തന്നെ നമ്മൾ ഇപ്പം സാറ് ജൂനിയർ എഞ്ചിനീയർ ആയിട്ടാണ് CPWDയിൽ എൻ്റർ ചെയ്തത്. എന്നിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോസ്റ്റ് വരെ എത്തി. അപ്പം ഓരോ സ്റ്റേജസ് എന്നാണല്ലോ സാർ എത്തിയത്. അപ്പം റെസ്പോൺസിബിലിറ്റീസ് അതിനനുസരിച്ച് മാറുന്നുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയറാണ് ബേസിക് എഞ്ചിനീയർ ആയിട്ട് വരുന്ന ആൾ. അത് ഫസ്റ്റ് ഇതായിട്ട് വരുന്നത് ഓരോരു പ്രൊജക്റ്റിൻ്റെ അകത്തും ആദ്യത്തെ ഇനിഷ്യേഷൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർക്കെന്ന് പറയുന്നത് പിന്നെ ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ പിന്നെ CPWD മെയിനായിട്ട് കൺസ്ട്രക്ഷൻ ഉണ്ട്, മെയിൻ്റെനൻസ് ഉണ്ട്, അതുപോലെ പ്ലാനിങ് പോസ്റ്റ്, ഇങ്ങനെ 4 വിധത്തിൽ നമുക്ക് സിവിൽ സൈഡിലുള്ള ആളുകൾക്ക് കിട്ടും. ആ സമയത്ത് പിന്നെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി എയർമാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ ആയിരിക്കുമ്പോൾ എന്ന് പറയുന്നത് ഫീൽഡിലാണെങ്കിൽ മെയിനായിട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ വർക്ക് സൂപ്പർവൈസ് ചെയ്യുക, ക്വാളിറ്റി, അതായത് വർക്ക്മാൻഷിപ്പ് ചെക്ക് ചെയ്യുക. അതുകൂടാതെ എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്ടേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ മറന്നതെന്ന് വെച്ചാൽ, CPWDയിലെ വർക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം കോൺട്രാക്ടേഴ്സിനെ വെച്ചിട്ടാണ്, അതായത് കോൺട്രാക്ട് മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഒരു നിശ്ചിത എസ്റ്റിമേറ്റും കാര്യങ്ങളുണ്ടാക്കി ടെൻഡർ ഉണ്ടാക്കുന്ന സമയത്ത് CPWD എൻലിസ്റ്റഡ് ആയിട്ടുള്ള കുറേ കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അവരാണ് ഇതിൽ കോട്ട് ചെയ്യുന്നത്. അവർ കോട്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ സൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഹയർ ഓഫീസിൽ നിന്ന് നമുക്ക് അതിന് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ്, ഡീറ്റെയിൽസ്, ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻ എല്ലാം ഫൈനലൈസ് ചെയ്തിട്ടുണ്ടാകും, ഈവൻ ഡ്രോയിങ്സ് അടക്കം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പിന്നെ ജൂനിയർ എഞ്ചിനീയർ ലെവലിൽ പഠിക്കുന്നു. അവർ സൈറ്റിൽ കോൺട്രാക്ടേഴ്സും കോൺട്രാക്ടഡ് എഞ്ചിനീയേഴ്സും അത് കാര്യം സെറ്റ് ഔട്ട് ചെയ്യുന്നു. ബിൽഡിങ് അല്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻ ആരംഭിക്കുമ്പോൾ ഈ ഓരോരോ കാര്യം പിന്നെ ജൂനിയർ എഞ്ചിനീയർ ലെവലിലുള്ളവരാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. പിന്നെ അവരുടെ മെയിനായിട്ടുള്ള ജോലിയിൽ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ള കാര്യം. മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഓരോരു വർക്കിൻ്റെ മെഷർമെൻറ്റ് ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിലാണ് കോൺട്രാക്ടേഴ്സിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത്, വർക്ക് എക്സിക്യൂഷൻ ക്വാണ്ടിറ്റി ഡിറൈവ് ചെയ്യുന്നതും ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പിന്നെ പ്രിലിമിനറി വർക്ക് ചെയ്യണം. അതുപോലെ നമുക്ക് ഒരുപാട് പഠിക്കണം. അതായത് മോഡ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് തോന്നിയതുപോലെ നമ്മൾ പിന്നെ പഠിക്കുന്ന സമയത്തുള്ള പിന്നെ ക്വാണ്ടിറ്റി സർവേയിങ് പഠിക്കുന്ന മെത്തേഡൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവിടെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഫീൽഡിൽ വരുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ആ CPWD മെത്തഡോളജി അതിൻ്റെ അകത്ത് ഓൾറെഡി ഓരോരു മോഡ് ഓഫ് മെഷർമെൻറ്റും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും എടുക്കേണ്ടതിന് ലെങ്ത്തും ബ്രെഡ്ത്തും എടുക്കണം. അതിന് ഹൈറ്റ് എന്ന് പറയുന്നത് 3ാമത്തെ ഡയമെൻഷനുണ്ടെങ്കിൽ അതും എടുക്കണം. മനസ്സിലാവും? ആ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ ഇതുണ്ട്. അത് പിന്നെ ഒരു വർക്കിൻ്റെ ബില്ല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് പേജുകളിൽ ഈ മെഷർമെൻറ്റ് എടുക്കും. അത് നമ്മൾ ജൂനിയർ എഞ്ചിനീയർ തന്നെ സൈറ്റിൽ തന്നെ പോയി മെഷർമെൻറ്റ് എടുക്കണം. അത് തന്നെ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ മന്ത്ലി ബിൽസ് ആയിരുന്നു കോൺട്രാക്ടേഴ്സിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു നമ്മൾ അവിടെയൊക്കെ ബോംബെയിലൊക്കെ ഉണ്ടായിരുന്ന റൂള്. ഇപ്പോഴും അത് തന്നെയാണ്. എന്നാലും അത് ഇൻസിസ്റ്റ് ചെയ്യും. അതായത് 25th ആകുമ്പോഴത്തേക്ക് ബില്ല് ഡിവിഷനിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം അതിന് മുമ്പിൽ വരുന്ന ആ മെഷർമെൻറ്റ് അതൊക്കെ ഒരു വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു വലിയ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. സർ, അതുപോലെ ഇപ്പോൾ ഒരു ജൂനിയർ എഞ്ചിനീയറിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിലേക്ക് എത്തുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളും കൂടെ വരുവാണ്. അപ്പം ഈ 2 റെസ്പോൺസിബിലിറ്റീസിനിടയിൽ സാർ കണ്ടിട്ടുള്ളൊരു മേജർ ഡിഫറൻസ്, വർക്ക് എക്സ്പീരിയൻസ്, ഈ 2 ഫീൽഡിലും സാർ ഇരുന്നല്ലോ, അതിനെക്കുറിച്ച്? രണ്ടല്ല, എല്ലാ ഫീൽഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടീസും ഏകദേശം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് എയുടെ ഡ്യൂട്ടി, ജെയുടെ ഡ്യൂട്ടി, ഇയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മളൊരു ഹയർ ലെവലിലേക്ക് വരുമ്പോഴും പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഓവറോൾ ക്വാളിറ്റി, ഓവറോൾ ടൈം ഫ്രെയിം, അതുപോലെ ഇതിൻ്റെ പിന്നെ
ഫണ്ട് മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം, അതൊക്കെയാണ് നമുക്ക് അത് വരുന്നത്. അതുപോലെ ബാക്കി വരുന്നതെന്ന് വെച്ചാൽ ഈ ഓഡിറ്റിങ്, പിന്നെ അങ്ങനെയുള്ള ക്വാളിറ്റി അഷുറൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കൂടുതൽ പർവ്യൂവിലേക്ക് വരുന്നത്. വേറെ അത് ലേ ഡൗൺ പ്രിൻസിപ്പിളിൻ്റെ അനുസരിച്ച് ആയിരിക്കും എഇസും ജെഇസും അവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഓവറോൾ സൂപ്പർവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് എപ്പോഴും ഉണ്ടാവും. ഡിസിഷൻ മേക്കിംഗ്, അതായത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇഷ്യൂ സൈറ്റിലുണ്ടെന്ന് പറയുമ്പോൾ നമ്മളോട് ഉടനെ വിളിക്കും, നമ്മൾ പറ്റുവാണോ ഇൻസ്പെക്ഷൻ വെഹിക്കിൾ ഉണ്ടാവും, ഉടനെ അവിടെ എത്തുമ്പോൾ അതെന്താണ് റിയലൈസ് ചെയ്യും. അത് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ വരും. സാർ ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പം ഓരോ സ്റ്റേജസ് നമ്മൾ പറഞ്ഞല്ലോ, ഇതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് സാറിന് തോന്നിയത് ഏത് സ്റ്റേജ് ആയിരുന്നു? എല്ലാ വർക്കും ചലഞ്ച് തന്നെയാണ്. അതായത് ജെയുടെ വർക്കും എയുടെ വർക്ക്, ഞാൻ അവസാനം ആയിട്ട് റിട്ടയർ ആയതുകൊണ്ട് ഇയുടെ വർക്കാണ് ഇമ്പോർട്ടൻസ്. അതിന് എല്ലാത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതായത് ജൂനിയർ എഞ്ചിനീയർ പ്രോപ്പറായിട്ട് പിന്നെ മെഷർമെൻറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ടെസ്റ്റ് ഒക്കെ ചെയ്യും. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അത് കഴിഞ്ഞ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെസ്റ്റ് ഒക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചാൽ ആ പ്രിസിഷൻ അവിടെ ആവശ്യമുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഇപ്പം നമ്മുടെ ഈ ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബിൽഡിങ്ങും ഒക്കെ വീഴാകുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ടാണ് യൂസ് ചെയ്യുന്നതിൽ. അപ്പോൾ അതിന് നമ്മൾ ഓരോ പൈസ അതിൻ്റെ അകത്ത് നമ്മൾ റെസ്പോൺസിബിളാണ് ഓരോരുത്തരും. അപ്പോൾ ഈ എയുടെ ഭാഗത്തുള്ളത് ഇത്ര % ടെസ്റ്റ് ഒക്കെയാണ്, എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് ഇത്ര % വെൽ ലേ ഡൗൺ പ്രിൻസിപ്പിൾ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനലായിട്ടൊരു ബിൽഡിങ്ങിൻ്റെ കംപ്ലീഷൻ ചെയ്യുമ്പോൾ അവിടെ എക്സിക്യൂട്ട് ചെയ്ത ക്വാണ്ടിറ്റിയും അതുപോലെ നമ്മൾ ബില്ലിംഗ് ക്വാണ്ടിറ്റി സെയിം ആയിരിക്കണം. അതല്ലെങ്കിൽ അതിന് ഓഡിറ്റിംഗ് സിസ്റ്റം വേറെയുണ്ട്. അതുപോലെ തന്നെ അത് എബ്നോർമലായിട്ട് എന്തെങ്കിലും വേറെ വലിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊരു ഈവൻ വിജിലൻസ് കേസിലും അങ്ങോട്ടേക്ക് ഇതാക്കും. അപ്പോൾ ആ ഒരു പോയിന്റ്, അതായത് ആ ഗവൺമെൻറ്റിൻ്റെ വിജിലൻസ് ആംഗിളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് എക്സിക്യൂട്ടീവ്, നമ്മൾ ഓരോ ദിവസവും ഈ ആംഗിളിലൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകേണ്ടത്. ഈ ലേ ഡൗൺ പ്രിൻസിപ്പിൾസ്, റൂൾസ്, റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. അതാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്നേ പോസ്റ്റ് മാത്രമേ ഇമ്പോർട്ടൻറ്റ്, മറ്റേ പോസ്റ്റൊന്നും ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഇല്ല. നമ്മൾ റെസ്പോൺസിബിലിറ്റി കൂടും. പിന്നെ ആകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഡയറക്റ്റ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർവിഷനേക്കാളും കൂടുതലായിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു വർക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ വർക്ക് വരണമല്ലോ, അങ്ങനെയാണല്ലേ മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വർക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രാക്ഷൻസ്, അത് ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് തരികയാണെങ്കിൽ അവിടെ അതുമായിട്ട് ഇൻട്രാക്ഷൻ, അതുപോലെ നമ്മുടെ CPWDയിൽ തന്നെ സിവിൽ വിങ്, ഇലക്ട്രിക്കൽ വിങ്, പിന്നെ ആർക്കിടെക്ചർ എന്നൊക്കെ, അതായത് ഡ്രോയിങ് പ്രിപ്പറേഷൻ, സ്ട്രക്ചറൽ ഡിസൈൻസ്, അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവലിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് അതൊരു പിന്നെ ആ വർക്കായിട്ട് കൊണ്ടുവരണം. അതിൻ്റെ അകത്ത് വലിയ റോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നാണ്. അതായത് ഈവൻ എല്ലാ ഉത്തരവാദിത്വം CPWD, ഈവൻ കോൺട്രാക്റ്റുമായിട്ട് പിന്നെ ടെൻഡർ വിളിക്കുന്നതും, അത് ടെൻഡറിൻ്റെ അകത്ത് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നതും, ബില്ല് പേയ്മെൻറ്റ് ചെയ്യുന്നതും എല്ലാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവലാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ അതൊരു ഭാരിച്ച ചുമതല തന്നെയാണ്. സാർ, അപ്പോൾ ഈ എൻട്രി ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ ട്രെയിനിങ് പ്രോഗ്രാം പോലെയൊക്കെ കാണും ജൂനിയർ എഞ്ചിനീയേഴ്സ്. പണ്ട് നമ്മുടെ സമയത്തൊക്കെ എന്ന് പറയുന്നത് പിന്നെ ഇൻഡക്ഷൻ ട്രെയിനിങ് ഉണ്ടായിരുന്നില്ല. അതായത് പക്ഷേ ആ ആദ്യത്തെ 2 വർഷത്തിനിടയിൽ ഒരു ഫൗണ്ടേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു 40 ദിവസം 50 ദിവസം വെച്ച് അവർ ഡൽഹിയിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഡയറക്റ്റ് അവരെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അവരെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന് വിളിക്കുകയാണ്. അവിടുന്ന് 6 മാസത്തെ 5 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അവരെ ഫീൽഡിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചാൽ അത് വളരെ എഫക്റ്റീവാണ്. നമ്മൾ ഇത്രയും പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക് പ്രൊസീജിയേഴ്സും അക്കൗണ്ടിങ് സിസ്റ്റവും അതിൻ്റെ വിജിലൻസ് ആംഗിളും ക്വാളിറ്റി അഷുറൻസും ഇതൊക്കെ ആ സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡൽഹിയിൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ ഡൽഹി മുനിസിപ്പാലിറ്റിയിലുള്ള കുറേ എഞ്ചിനീയേഴ്സിനെ ട്രെയിൻ ചെയ്യുകയാണ്. കാരണം അവർ പക്ഷേ നേരെ മറിച്ച് പിന്നെ സർവീസ് എൻട്രി ചെയ്തതൊന്നുമില്ല. അവർക്ക് 5 വർഷം 10 വർഷത്തൊക്കെ സർവീസ് ഉണ്ട്. പക്ഷേ അതൊരു സുപ്രീം കോടതിൻ്റെ വിധി പ്രകാരമാണ് ചെയ്യുന്നത്. അതായത് ട്രെയിൻ ചെയ്യാതെ ഒരാളെ പിന്നെ പൊസിഷനിൽ ഇരുത്തി കഴിഞ്ഞാൽ അവൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഡിപ്പാർട്ട്മെൻറ്റ് അവൻ്റെ പേരിൽ ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു റൂളിംഗ് ഉണ്ട്. അപ്പോൾ അത്രയും പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഓരോരു പോസ്റ്റിലേക്ക് എത്തുന്നതിനേക്കാളും മുമ്പിൽ ഒരു മാൻഡേറ്ററി ട്രെയിനിങ്സ് എന്ന് പറഞ്ഞിട്ട് CPWD ഉണ്ട്. അതുപോലെ റിഫ്രഷഡ് കോഴ്സുകളുണ്ട്. പിന്നെ അതുപോലെ ആദ്യകാലങ്ങളിൽ പിന്നെ ഞാനൊക്കെ JI ജോയിൻ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് സ്ട്രക്ചറൽ ഡിസൈനിൻ്റെ ഒരു കോഴ്സ് അവിടെ ഡൽഹിയിൽ തന്നെ ഒരു 3 മാസം വെച്ചിട്ട് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെയാണ് നമ്മളെ ക്യാപ്പബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. സാർ, അതുപോലെ തന്നെ ഇപ്പം സാറിൻ്റെ ഇത്രയും ഒരു 40 years എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് സാർ ചെയ്ത് കാണും ഡൈവേഴ്സ് ഫീൽഡിൽ. അപ്പം ആ പ്രോജക്റ്റുകളെ കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ? ഏതൊക്കെ പ്രോജക്ട്സ് ആയിരുന്നു?
പ്രൊജക്റ്റ് ആദ്യകാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, അവിടെ പിന്നെ ബോംബെയിൽ വെച്ചിട്ട് റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകളുണ്ട്. അതുപോലെ ബാംഗ്ലൂരിൽ വന്നപ്പോൾ എന്ന് വെച്ചാൽ ICRൻ്റെ കീഴിലുള്ള പിന്നെ ഒരു ബയോളജിക്കൽ കൺട്രോൾ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആദ്യം ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ വർക്ക് ചെയ്തു. അത് അതേപോലെ തന്നെ ഈ തിരുവനന്തപുരത്ത് റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സിൻ്റെ വർക്ക് ചെയ്തു. അങ്ങനെ പറയാന്ന് വെച്ചാൽ ഒരുപാട് ക്യാമ്പസുകളിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം അതുപോലെ അതായത് ഒരുപാട് സ്കൂൾ ബിൽഡിങ്സ് ഇപ്പോൾ ഇതാക്കിയിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസുള്ള ബാക്കിയുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ ക്യാമ്പസുകളിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഓരോരോ സമയത്തും. പിന്നെ അതുപോലെ സ്പോർട്സ് യൂട്ടിലിറ്റി വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ചെയ്തിട്ടുണ്ട്. IT പാർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നോ പാർക്കിൽ ഒരു വർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു നോഡൽ ഏജൻസിയാണ്. അവരുടെ വർക്ക് 8 നിലയുള്ള ബിൽഡിംഗ് പണിതിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ ചെന്നൈയിലുണ്ടായിരുന്നപ്പോഴും അവിടെയും IHMCTയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫാഷൻ ടെക്നോളജിയുടെ ക്യാമ്പസിൻ്റെ അകത്തുള്ള അഡീഷണൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. IIT മദ്രാസിൻ്റെ അകത്ത് 2 ഹോസ്റ്റൽ ബ്ലോക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാം പിന്നെ നമ്മൾ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സുകളാണ്. എല്ലാ ടൈപ്പും സ്പോർട്സ് യൂട്ടിലിറ്റി. അതുപോലെ അവസാനം വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഈ തൃശ്ശൂർ സൂ പ്രോജക്റ്റ്, അതായത് അതിൻ്റെ അകത്ത് പ്ലാനിങ്ങുമായിട്ട് കുറേ ഇൻവോൾവ് ആയിട്ടുണ്ട്. എക്സിക്യൂഷൻ്റെ സമയത്ത് കുറച്ച് ടെമ്പററി ഡ്യൂട്ടി ആയിട്ട് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള എല്ലാ തരം വർക്കുമായിട്ട്. പിന്നെ മെയിൻ്റനൻസ് ആണ് നമ്മുടെ സ്ട്രെങ്ത്. CPWDയുടെ പണ്ട് മുതലേ ഏത് തരത്തിലുള്ള പഴയ ബിൽഡിംഗ് ആയാലും എങ്ങനെയായാലും അത് വർക്കബിളായിട്ട് CPWD മെയിൻറ്റെയിൻ ചെയ്യുന്ന വർക്കുകളൊക്കെ എപ്പോഴും സർവീസബിളായിരിക്കും. ഒരു ഇഷ്യൂസും അധികം കാരണം കാണില്ല. അതാണ് CPWDയുടെ പ്രത്യേകത. അതുപോലെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, സേഫ്റ്റി എന്നൊക്കെ പറയുന്ന കാര്യത്തിനൊക്കെ CPWD വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2001 ഈ കച്ചിലുള്ള എർത്ത് കേക്ക് വന്നിരുന്നു. അവിടെയുള്ള എല്ലാ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളും ഫെയിലായല്ല. ഈവൻ മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബിൽഡിങ്ങുകൾ പോലും പിന്നെ കൊളാപ്സ് ആയ സ്ഥലത്ത് CPWDയുടെ ബിൽഡിങ്സിനൊന്നും ഒരു ക്രാക്ക് പോലും ഇല്ലാതെ അവിടെ നിന്നു. അത് കണ്ടപ്പോഴേ അതൊരു വലിയൊരു വാർത്തയായിരുന്നു. പക്ഷേ CPWD ഈ പബ്ലിസിറ്റിക്കും അതിനൊന്നും പിന്നാലൊന്നും പോകാത്തതുകൊണ്ട് ഇതങ്ങനെ. പക്ഷെ അതൊക്കെയാണ് നമ്മുടെ ഒരു ക്യാപ്പബിലിറ്റീസ് എന്ന് പറയുന്നത്. സാറിനെ CPWD എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സാറിൻ്റെ മൈൻഡിൽ വരുന്ന ഒരു മെമ്മറി ആയിട്ട് എന്ത് പറയാനുണ്ട്? അല്ല, ഓർഗനൈസേഷനെ പറ്റിയിട്ട് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മകൾ തന്നെയാണ്. പിന്നെ നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതായത് അവിടെ ഒരു സിസ്റ്റമാറ്റിക് വർക്കിംഗ് പ്രൊസീജിയർ ഉണ്ട് CPWDക്ക്. അതായത് അത് വെൽ ഡിഫൈൻഡ് ആണ്. അതായത് ടൈം പ്രൂവണവും കൂടിയാണിത്. അതായത് ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ, ഞാനൊരു പ്രൊജക്റ്റിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുന്നത് ചിലപ്പോൾ പിന്നെ ഫൗണ്ടേഷൻ്റെ സമയത്ത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് പോകും. അത് കഴിയുമ്പോൾ അടുത്ത ടീം വന്നിട്ട് ബാക്കി ചെയ്യും. ഞാൻ വേറൊരു വർക്കിൻ്റെ അകത്ത് സൂപ്പർസ്ട്രക്ചറിൻ്റെ വർക്ക് പോയിട്ട് പോകും. പക്ഷേ നമുക്ക് ഈ ട്രാൻസ്ഫർ ഒന്നും ഈ വർക്കിനെ, ഈ പ്രൊജക്റ്റിനെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ അത്ര പെർഫെക്റ്റ്. അതായത് ഞാൻ ഇന്ന് വെച്ചിരിക്കുന്നിടക്ക് പോയി വെച്ച സ്ഥലത്ത് നിന്ന് പോയാൽ നാളെ വരുന്ന ആൾക്ക് അവിടുന്ന് മുമ്പോട്ടേക്ക് തുടങ്ങും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. അതാണ് ആ സിസ്റ്റത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ്. പിന്നെ അതുപോലെ CPWDയിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടേതായ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിംഗ് ഒക്കെ എന്ന് വെച്ചാൽ ഒരു എബോ ഏവറേജ് ക്വാളിറ്റി ആയാലും സർവീസബിലിറ്റി ആയാലും അതിനുണ്ട്. അതുപോലെ CPWD വളരെ നന്നായി ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ലൈഫ് ലോങ് ആയിട്ട് അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതായത് കോൺട്രാക്ടർ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡിൻ്റെ അകത്ത് ഒരു വർഷം വരെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഡിഫക്റ്റ് കോൺട്രാക്ടർ റെക്ടിഫൈ ചെയ്യണമെന്ന്. പക്ഷേ ആ കണ്ടീഷൻ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷമാണ് ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിൽഡിംഗ് പണിയുന്നത് 50 വർഷത്തേക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ പ്രകാരം 75-100 വർഷത്തേക്കാണ് നമ്മൾ ബിൽഡിംഗ് പണിയുന്നത്. അപ്പോൾ ഈ ഒരു വർഷം മാത്രം ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡ് ഉണ്ടായിരുന്ന കോൺട്രാക്ടർക്ക് ബാക്കി, അതായത് പിന്നീട് ഒരു സ്വന്തം ഫെയിലിയർ വന്നു കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ അതിനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ CPWD കണ്ടീഷൻ്റെ അകത്ത് പുതിയൊരു ഇത് തുടങ്ങിയിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു വർഷത്തിൻ്റെ ബിയോണ്ട് ആയി കഴിഞ്ഞാലും, അതായത് മെയിൻ ആയിട്ടുള്ള ഫെയിലിയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺട്രാക്ടർ ഈസ് ലയബിൾ ടു റെക്ടിഫൈ എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് കോൺട്രാക്ടറുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ എൻലിസ്റ്റ്മെൻറ്റിൻ്റെ അകത്ത് ഉള്ള ഒരു ബാർ ചെയ്യാനുള്ള ഒരു പൊസിഷൻ, അങ്ങനെയുള്ള അതൊരു നല്ല കാര്യമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ട്, ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടായി പറയും ഞാൻ ചെയ്യില്ല.
അപ്പോൾ അതിനിപ്പോൾ അങ്ങനെ ഒരു 5 വർഷം വരെ ഒരു കണ്ടീഷനായി. അപ്പോൾ 5 വർഷം വരെ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ബിൽഡിംഗ് പിന്നെ അതിൻ്റെ ലൈഫ് സൈക്കിളിൽ നിന്നുള്ളൂ. 5 വർഷം വരെയാണ് നമ്മളുള്ള ഫിറ്റിങ്സും കാര്യങ്ങളും. ഇപ്പോൾ ഫ്ലോറിങ്ങിൻ്റെ അകത്ത് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അത് ആ 5 വർഷത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ വിൻഡോസിൽ ഡോറിൽ എന്തെങ്കിലും പ്രോബ്ലം, കൺസ്ട്രക്ഷൻ പ്രോബ്ലം അല്ലെങ്കിൽ മെറ്റീരിയൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ആ 5 വർഷത്തിനുള്ളിൽ മനസ്സിലാവും. പിന്നീട് അത് അതിൻ്റെ എക്സ്പെക്റ്റഡ് ടൈമിൽ അത് നിന്നുള്ളത്. അതാണ് അതിൻ്റെ കണ്ടീഷൻ. സാർ അതുപോലെ 40 years ആണ് സാറിൻ്റെ CPWDയിലുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പം കുറച്ച് മുന്നോട്ട് ചിന്തിച്ചാൽ 40 വർഷം മുന്നേയും ഇപ്പോഴും എന്ത് ചേഞ്ചാണ് സാർ പ്രോജക്റ്റ് എക്സിക്യൂഷനിലെല്ലാം കാണുന്നത്? പ്രൊജക്ട് എക്സിക്യൂഷൻ്റെ അകത്ത് പറഞ്ഞാൽ നമുക്കൊരു, അതായത് നമ്മുടെ ലോകം തന്നെ ഈ 40 വർഷത്തിനുള്ളിൽ ഒരുപാട് ചേഞ്ചായി അല്ലേ. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പിന്നെ ബോംബെയിൽ ജോലി കിട്ടി പോയി കഴിഞ്ഞാൽ ഞാൻ ടെലിഗ്രാം അടിക്കണം ഞാൻ എത്തിയെന്ന് പറയാൻ. അത് ഞാൻ ഇവിടുന്ന് തലശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ 52 മണിക്കൂർ കഴിഞ്ഞാലാണ് ബോംബെയിൽ എത്തുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ ടെലിഗ്രാം അടിക്കണം എന്ന് പറയും. ഇപ്പം നമുക്ക് അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ട്രെയിനിൽ കയറി അത് വടകര എത്തി അല്ലെങ്കിൽ ഇവിടെ എത്തി എന്ന് പറയുന്ന കാര്യങ്ങൾ ലൈവായിട്ട് അതായത് വീഡിയോ കോൾ ചെയ്യുക. അപ്പോൾ ആ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഇന്നും അതേ കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ കാര്യമായ ഫണ്ടമെൻ്റലായിട്ട് വലിയ വ്യത്യാസമൊന്നും അല്ല. നമുക്ക് കുറേ ഫെസിലിറ്റീസ് കൂടി എന്നുള്ളതാണ്. ഈസി ആയി കാര്യങ്ങൾ എന്ന് വെച്ചാൽ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഈസി ആയിട്ട് എല്ലാ കൺസ്ട്രക്ഷൻ്റെ അകത്തും. അതുപോലെ മെക്കനൈസേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പിന്നെ എല്ലാം മാനുവൽ ലേബേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം പണ്ട് പിന്നെ ഈവൻ എക്സ്കവേഷൻ എന്ന് പറയുന്ന കാര്യം. എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 പേര് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടി അതിൻ്റെ മേലെ മണ്ണെടുത്ത് കോരി അതിൽ തലച്ചോടായി എടുത്തുകൊണ്ട് കളയാണ്. ഇപ്പോൾ അങ്ങനെയല്ല. JCB എന്ന് പറയുന്ന സാധനം ഒരു സെക്കൻഡ് കൊണ്ട് ഇതാക്കും. അതിനെ കൊണ്ട് അഡ്വാൻറ്റേജ് ഇത് സ്പീഡി വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരുപാട് സ്പീഡി ആയിട്ടുള്ള എക്സിക്യൂഷൻ നടക്കാൻ പറ്റുന്നു. അതുപോലെ ഈ കമ്പ്യൂട്ടർ അതിൻ്റെ കാര്യങ്ങളും പിന്നെ ഒക്കെ നമ്മുടെ മൊത്തം ഈ പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്തിട്ടുണ്ട്. ഡ്രോയിങ്ങിന്റെ കേസിലാണെങ്കിൽ പോലും എല്ലാ കാര്യവും പണ്ട് അതായത് ആദ്യകാലങ്ങളിലൊക്കെ പിന്നെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ 6-7 പിന്നെ ഒരു പോർഷൻ കംപ്ലീറ്റ് ഡ്രോയിങ് ബോർഡ്സ് ആയിരിക്കും ഓഫീസിൻ്റെ. വലിയ വലിയ ബോർഡ് നിന്നിട്ട് വരയ്ക്കുന്നത്. ഇപ്പോൾ ആ കാര്യങ്ങളില്ല. ഇപ്പോൾ ഓട്ടോ കേട്ട് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യവും കുറേ സിമ്പിളായിട്ടുണ്ട്. പിന്നെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ വിൻഡോസൊക്കെ തുടങ്ങിയ സമയത്ത് ഈ കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആ സമയത്തൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അതുവരെ ടൈപ്പ് ചെയ്ത് ഫുള്ള് എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റെൻസിൽ എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് NIT ഉണ്ടാക്കുന്നു, അത് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി ആ പേജ് കംപ്ലീറ്റ് മാറി വീണ്ടും ടൈപ്പ് ചെയ്തിട്ട് സ്റ്റെൻസിൽ എടുക്കുന്നു. അതൊക്കെ മാറി ഇത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും കമ്പ്യൂട്ടർ വന്നപ്പോൾ എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഈസി ആയിരിക്കുന്നത്. അതാണ് പഴയതിലൊരു ഫയലിൻ്റെ അകത്ത് ഇപ്പോൾ എല്ലാ കാര്യവും കോപ്പി പേസ്റ്റ് തന്നെയാണ് ഒരു എല്ലാ കാര്യം. ഈവൻ വലിയ വലിയ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് പോലും കോപ്പി പേസ്റ്റ് മാത്രം ചെയ്താൽ ആദ്യം മുതൽ ചെയ്യേണ്ട കാര്യത്തിന്. അതുപോലെ ആ കൺസ്ട്രക്ഷൻ ഫീൽഡിലും അതുപോലെ മാറിയിട്ടുണ്ട്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്ട്രക്ചറിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാം. ചെസ് ഷോ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിലല്ലേ അപ്പം പഠിക്കുന്ന ടൈമിൽ കുറേ IS കോഡുകൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ CPWDൻ്റെ തന്നെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന തിയറിയിലുണ്ട്. ഇനി അത് ഒരു പ്രാക്ടിക്കൽ വർക്ക് അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിലേക്ക് വരുമ്പം അതിൻ്റെയൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് വെച്ചാൽ അത്രയും സ്ട്രിക്ട്ലി ഇംപ്ലിമെൻറ്റേഷൻ ആണോ? അതുപോലെ തന്നെ ഇത് എങ്ങനെയൊക്കെയാണ് മോണിറ്റർ ചെയ്യുന്നത്? അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യാമോ സാർ? അത് CPWD സ്പെസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് 100% ആയിരിക്കണം. അത് ചെറിയ ഡീവിയേഷൻ വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് സബ്സ്റ്റാൻഡേർഡ് വർക്കാണ്. സബ്സ്റ്റാൻഡേർഡ് വർക്ക് എന്ന് വെച്ചാൽ പിന്നെ അതായത് പിന്നെ സബ്സ്റ്റാൻഡേർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അത് ഡിമോളിഷൻ തന്നെയാണ് അതിൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം റെഡ്യൂസ്ഡ് റേറ്റ് ആയിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ CPWD സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് CPWD സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കോമൺ കൺസ്ട്രക്ഷൻ പ്രാക്ടീസിനും ഈ NBCയോ IS കോഡും ഒക്കെ തന്നെയാണത്. അത് ആ NBC റെഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വോളിയം കാണും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അല്ല അതിൻ്റെ അകത്ത് ഒരു ആംബിഗ്വിറ്റിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഡിഫറൻസോ ഒന്നുമില്ല. അത് തന്നെയാണിത്. IS കോഡും NBCയും ഒക്കെ തന്നെയാണ് CPWD സ്പെസിഫിക്കേഷൻ. സാർ അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ വർക്കിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്ന കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് വരാമല്ലോ ഒരു പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ. അപ്പം അതിനെ എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അത് എക്സ്പീരിയൻസ് മാത്രമാണ് അതിൻ്റെ ഉള്ള വഴി. അല്ല കാരണം ടെക്നിക്കലായിട്ട് പ്രശ്നങ്ങൾ വരിക എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ്. അത് നമുക്ക് സിമിലർ സിറ്റുവേഷൻ നമ്മൾ ഇതിന് മുമ്പിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. അതിനോടനുസരിച്ചിട്ടുള്ള അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു കാര്യങ്ങൾ അതാണ്. അപ്പോൾ എല്ലാ വർക്കിലും നമുക്ക് ഓരോ ചാലഞ്ചസ് ഇതേപോലെ ഉണ്ടാവും. ചേഞ്ചസ് ടെക്നിക്കലായിട്ടുള്ള മറ്റേതായിട്ടുള്ള ഡ്രോയിങ് പിന്നെ ഇഷ്യൂ ചെയ്ത് തെറ്റായിരിക്കാം. പിന്നെ അതൊന്നും പക്ഷെ നമ്മുടെ ആ സ്ക്രൂട്ടനിയിലും ചെക്കിങ്ങിലൊക്കെ കൂടി അതൊന്നും നമ്മുടെ ബിൽഡിങ്ങിനെ ആ സ്ട്രക്ചറിനെ ഫെയിലാകാതെ ഒരു കണ്ടീഷനിൽ
നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം. അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആ ലെവലിലുള്ള ആൾക്കാർ പോകും. അഥവാ അതിനേക്കാളും വലിയ ലെവലിലാണെങ്കിൽ വേറെ ഏതെങ്കിലും എക്സ്പേർട്ട് ഒപ്പീനിയൻ വാങ്ങിക്കും. അതെന്തെങ്കിലും സ്ട്രക്ചർ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ഫെയിലിയർ ആണെങ്കിൽ അതിനെല്ലാം ഉള്ള എല്ലാം ഇൻഹൗസ് ആയിട്ട് തന്നെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സാർ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ സൈറ്റ് എഞ്ചിനീയേഴ്സ് കാണും അല്ലേ, വർക്കിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന കൺസൾട്ടൻസ് കാണും, അതുപോലെ തന്നെ ഒരു ഏറ്റവും ടോപ്പിലുള്ള ഒരു ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാണും. ഇവരുടെ ഒരു കോർഡിനേഷൻ കാണുമല്ലോ, അത് സാർ നോക്കി കണ്ടിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച്. അത് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബിൽഡിങ്ങിൻ്റെ എല്ലാ കോൺട്രാക്ടിൻ്റെ ഒരു പാർട്ടാണ്. അതായത് എല്ലാവരും തമ്മിൽ ഇത്ര ഇൻ്റർവെല്ലിൽ മീറ്റിംഗ് നടത്തിയിരിക്കണം, അത് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ചെയ്തിരിക്കണം, ആ കമ്മിറ്റികൾ ഉണ്ടാക്കിയിരിക്കണം, അതൊക്കെ അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ എന്ന് പറയുന്നത് ആ സമയത്ത് എന്ന് പറയുന്നത് ക്ലയൻറ്റും എഞ്ചിനീയേഴ്സും എല്ലാവരും ഓരോ ലെവലിലാണ്. പിന്നെ നമ്മുടെ ഇൻറ്റേർണലായിട്ട് നമ്മുടെ ഈ വർക്കിൻ്റെ പ്രോഗ്രസ് എന്ന് വെച്ചാൽ എല്ലാ മാസവും നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഓരോരു വർക്കിൻ്റെ എല്ലാ മാസത്തിലും അതായത് വർക്ക് കഴിഞ്ഞ ആ മാസം വരെ എന്ത് ലെവലിലായി ഈവൻ ഫോട്ടോ ഇതൊക്കെ ഇത് ചെയ്യും. അപ്പോൾ അത് പെർസെൻറ്റേജ് ആയിട്ടും ഫിനാൻഷ്യലും ഫിസിക്കലും പ്രോഗ്രസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എന്ന് പറയുന്നത് പിന്നെ ഈ ഏതെങ്കിലും പ്രൊജക്റ്റുകൾ പ്രത്യേകം ഡിലേ ആകുന്ന പ്രത്യേകം എന്തെങ്കിലും ഒരു പിന്നെ ഹയർ ലെവലിലുള്ള ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ അത് വിളിച്ച് അവിടെ വർക്ക് സെക്ഷൻ ഡൽഹിയിൽ DG ഓഫീസിൽ തന്നെ അതിൻ്റെ ഓഫീസേഴ്സ് ഉണ്ട്, അവരൊക്കെ കൂടി മീറ്റിങ്ങും റിവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തും. ചിലതെന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ഫാൾസായിട്ട് പോലും കംപ്ലയിൻറ്റ് പോകും, വർക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ നിന്ന് വിളിച്ച് ഡൽഹിയിൽ നിന്ന് വിളിച്ച് അങ്ങനത്തെ ക്ലയൻറ്റ് സൈഡിലുള്ള ആൾക്കാരുണ്ട്. അതെല്ലാം ഉണ്ട് അവിടുത്തെ. പക്ഷെ നമ്മളെല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ സക്സസ് ആയിട്ട്. പിന്നെ എല്ലാ ക്ലയൻറ്റും എല്ലാം ഒരുപോലെ ആകണമെന്നില്ലല്ലോ, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്കത് തന്നെ ക്ലയൻറ്റിനെ കൊണ്ട് മാത്രം പ്രൊജക്റ്റ് മാറിപ്പോയ പല ചരിത്രവും പല സിറ്റുവേഷൻസും ഉണ്ട്. അതായത് ഒരു പിന്നെ ചെന്നൈയിൽ പിന്നെ ഒരു IITക്ക് അടുത്തൊരു പുതിയൊരു ക്യാമ്പസ് വാങ്ങിച്ചു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി വാങ്ങിച്ചു, ഒരു വലിയ ഒരു ക്യാമ്പസ് അവിടെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളതിന് കോമ്പൗണ്ട് വാൾ കെട്ടി CPWD ഡ്രോയിങ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഏകദേശം അന്നത്തെ സമയത്ത് അതായത് 2010-11 ഒരു 50 കോടി പ്രൊജക്റ്റ് ഇതൊക്കെ വെച്ച് അതൊക്കെ പിന്നെ ആ അവരുടെ DG ഒക്കെ വന്ന് ഇത് ചെയ്തു. ഏകദേശം അപ്രൂവൽ ആകുന്ന സമയത്ത് അപ്രൂവൽ ആകാനുള്ള സമയത്ത് ആ ടോപ്പ് മാനേജ്മെൻറ്റ് മാറി. അപ്പോൾ അദ്ദേഹം വന്ന് ഇതിൻ്റെ ആവശ്യം ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു 5 കോടി രൂപയുടെ ഒരു വർക്ക് മാത്രമേ ഇതാകും. അപ്പോൾ അങ്ങനെ അത് ഡിപ്പെൻസാണ് ഓരോരുത്തർ. അതുപോലെ നമ്മൾ ഈ ഫൈനൽ സ്റ്റേജിലായിരിക്കും നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എത്തുന്നത്. അപ്പോൾ അവിടെയുള്ള പുതിയൊരു ഹെഡ് വരും. അപ്പോൾ അവർ വരുമ്പോൾ അത് ഇങ്ങനെ പോലെ ഈ ചുമരെടുത്ത് അവിടെ വെക്കണം, ആ ചുമരെടുത്ത് ഇവിടെ വെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറേ സജഷനും കാര്യങ്ങളൊക്കെ വരും. അത് ഈവൻ എക്സിക്യൂഷൻ അതൊക്കെ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് ഫിനാൻഷ്യൽ ലോസ് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ചിലത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവരെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അവർ വേറെ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഫണ്ട് ഫ്ലോ അതിനൊക്കെ ഒരു വിലക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മളൊരു വളരെ കോഡിലായിട്ട് കൊണ്ടുപോയി പോകണം. അതൊരു മാസ്റ്ററിങ് ആവശ്യമാണ്. അത് നമ്മൾ ഇമോഷണലായിട്ടൊന്നും ബിഹേവ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ പിന്നെ CPWD എഞ്ചിനീയേഴ്സിനുള്ള ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെയൊന്നുമല്ല കാണുന്നത്, എല്ലാ പ്രാവശ്യവും നമ്മൾ പുതിയ ആൾക്കാരുമായിട്ട് പുതിയ ഓഫീസ് പുതിയ ക്ലയൻറ്റ് പുതിയ ആൾക്കാരുമായിട്ടാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയധികം ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ആ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് ഏത് ടൈപ്പ് ആൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതെങ്ങനെയാണ് എങ്ങനെ ഈ വർക്ക് എങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സേഫ് ഗാർഡ് ചെയ്യണം. നമുക്ക് പ്രൊസീജിയർ, വർക്കിൻ്റെ ക്വാളിറ്റി, അതുപോലെ എല്ലാ കാര്യങ്ങളും വയലേറ്റ് ചെയ്യാൻ പാടില്ല, ഗവൺമെൻറ് റൂൾസ് റെഗുലേഷൻസിന്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ വിധത്തിൽ പിന്നെ അവരെ കൺവിൻസ് ചെയ്യണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡിൽ അവരെ ഇഷ്യൂസിൻ്റെ അന്ന് അങ്ങനെ ഇഷ്യൂസ് ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകുക, അതാണ് നമ്മുടെ കഴിവ്. ആ വിധത്തിലൊക്കെ ഞാനൊക്കെ ഒരു സക്സസ്ഫുൾ തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ ക്ലയൻറ്റുമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസ് ഇല്ല. അതുപോലെ ഈവൻ സബോർഡിനേറ്റ്സ് ആയാലും ഓഫീസേഴ്സ് ആയാലും എല്ലാവരും ഒരു കോഡിലായിട്ട് തന്നെ പോയിരിക്കുന്നത്. അതിനൊക്കെ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ അറിയണം. അപ്പോൾ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതെങ്ങനെ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. ഈവൻ റൂൾ പൊസിഷൻ ആയി കഴിഞ്ഞാലും ടെക്നിക്കൽ കാര്യങ്ങളായി കഴിഞ്ഞാലും ഡീറ്റെയിൽസ് ആയി കഴിഞ്ഞാലും അതാണ് നമ്മുടെ അത് പിന്നെ നമുക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രിൻ്റ് എടുത്ത് വെച്ചതുപോലെ ഉണ്ടായിരിക്കണം മനസ്സിൽ.
അതാണ് നമ്മുടെ ഏകദേശം ഒരു എഞ്ചിനീയറുടെ വിജയ രഹസ്യം അത് തന്നെയാണ്. അതായത് ഇപ്പം ഞാൻ സാറിനോട് ചോദിക്കാൻ വന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കുറേ ആൾക്കാർ ഒരു ജൂനിയർ എഞ്ചിനീയർ ആയിട്ടാണെങ്കിലും ഒരു ഇപ്പം അസിസ്റ്റൻറ്റ് എഞ്ചിനീയറൊക്കെ ആയിട്ടൊക്കെ കയറാൻ ആഗ്രഹിക്കുന്ന കുറേ ആസ്പിറൻസ് ഇത് കാണുന്നവരുണ്ട്. അപ്പം സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇവർക്ക് വേണ്ട ഏറ്റവും നല്ല കുറച്ച് സ്കിൽസ് ഏതൊക്കെയാണെന്നാണ്. ഈ സ്കിൽസ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ സ്കിൽസും വരാം, സാർ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിലും ഇപ്പോൾ ഒരു കോർഡിനേഷനിലൊക്കെ അവർ ഇമോഷണൽ ആകാത്ത കേസ്, അപ്പോൾ പേഴ്സണലും ടെക്നിക്കലും രണ്ട് ടൈപ്പ് ഓഫ് സ്കിൽസ് വരാം. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്കിൽസ് ഇവർക്ക് ഉണ്ടായിരിക്കണം ഉറപ്പായിട്ടും? അത് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മറ്റുള്ളവരുമായിട്ട് എങ്ങനെ കോഡിലായിട്ട് ആകുന്നുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ യങ് ഏജിൻ്റെ അകത്ത് കുറച്ചും കൂടി അഗ്രസീവ് ആയിരിക്കും, ഇമോഷണൽ ആയിരിക്കും. അത് പക്ഷേ അത് കുറച്ച് കാലം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനൊന്നൊരു അതൊക്കെ എങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം, നമ്മളത് അതുകൊണ്ട് കുറേ എന്താ പറയേണ്ടത് സ്ട്രെസ്സ് മാത്രം തന്നെ അതിൻ്റെ ഫൈനലായിട്ട് വരുന്നു. അവർക്കും സ്ട്രെസ്സ് നമുക്കും സ്ട്രെസ്സ്. അപ്പോൾ അതിനേക്കാളും നല്ല അത് ഇല്ലാത്ത വിധത്തിൽ അതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു പിന്നെ ഈവൻ ക്ലയൻറ്റൊക്കെ ഷൗട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസൊക്കെ ക്ലയൻസൊക്കെ അത് അങ്ങനെ നടന്നില്ല, ഇങ്ങനെ നടന്നില്ല, അതാക്കില്ല ഇതാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇമോഷണലായിട്ട് അതാണ്. അതുപോലെ അതൊക്കെ സ്റ്റൈൽ സ്കിൽസൊക്കെ അങ്ങനത്തെ സ്കിൽസൊക്കെ നല്ലോണം. ടെക്നിക്കൽ സ്കിൽസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്താണോ വർക്ക് ചെയ്യുന്നത്, ഈ വർക്ക് ചെയ്യുന്നതിന് മുമ്പിൽ നമ്മൾ ലേ ഡൗൺ പ്രിൻസിപ്പിൾസ് എന്താണ്, ലേ ഡൗൺ റൂൾസ് എന്താണ്, അതുപോലെ സ്പെസിഫിക്കേഷൻ എന്താണ്, ഈ കാര്യങ്ങൾ ഇതൊന്നും പഠിക്കാതെ അവിടെ പോയി നിൽക്കാൻ പാടില്ല. നമ്മൾ ഫുള്ളി എക്വിപ്ഡ് ആയിരിക്കണം. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അതായത് നമ്മൾ എന്താണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ബിൽഡിംഗ് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ഞാൻ ബ്രിഡ്ജിൻ്റെ പ്രത്യേകിച്ചൊന്നും പഠിക്കാൻ പോകില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ബിൽഡിംഗ് ആണ് ചെയ്യുന്നത്, ബ്രിഡ്ജാണ് ചെയ്യുന്നത്, ബ്രിഡ്ജിൻ്റെതാണ്. ഹൈവേ ആണ് ചെയ്യുന്നത്, ഹൈവേ. അപ്പോൾ എല്ലാത്തിനും ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് മെത്തഡോളജീസാണ്. അപ്പോൾ നമ്മൾ അതിനെ അഡോപ്റ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ആദ്യം നമ്മൾ പേഴ്സണലായിട്ട് ഇക്വിപ്പ് ചെയ്യണം. അവർ ചിലപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ പൊസിഷനിലാണ് സാർ എത്തി നിന്നത് കരിയറിൻ്റെ. അപ്പോൾ ആ ടൈമിൽ ഇപ്പം ടെക്നിക്കൽ റെസ്പോൺസിബിലിറ്റീസും കാണും, അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസും കാണും, രണ്ടും കാണുമല്ലോ. അപ്പം ഒരു ടിപ്പിക്കൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ ഒരു ദിവസം ഈ രണ്ട് റെസ്പോൺസിബിലിറ്റീസും വരുന്ന ഒരു ദിവസം എങ്ങനെയാണ് സാർ ഹാൻഡിൽ ചെയ്തിരുന്നത്? അത് പിന്നെ നമ്മുടെ ദിവസങ്ങളൊക്കെ നമ്മൾക്ക് ഒരു ഡയറി ഉണ്ടാവും ഓഫ് ഇവൻറ്റ്സ്. അപ്പോൾ രാവിലെ നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്നത്തെ ദിവസം രാവിലെ ഓഫീസിൽ പോയി ഈ കുറച്ച് 2-3 ദിവസമായിട്ട് കുറേ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്, കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ സൈറ്റ് ഇൻസ്പെക്ഷനോ ഉണ്ട്, അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ എത്തിയിരിക്കുമ്പോഴായിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകും. കാരണം അതിനാണ് പ്രിയോറിറ്റൈസ് കൊടുക്കുക. അപ്പോൾ അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ കൂടി ബാലൻസിങ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഒരു പിന്നെ ഓഫീസിരിക്കേണ്ട കാര്യമാണെങ്കിലും മറ്റേതൊക്കെയെന്ന് പറഞ്ഞാൽ ടൈം ബൗണ്ടാണ്. ആ ഓഫീസ് മറ്റൊരു ഓഫീസ് ടൈം 5 മണി വരെ അല്ലെങ്കിൽ 6 മണി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ലേറ്റ് നൈറ്റ് ഇരുന്ന് നമ്മളെ കാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഒഴിവാക്കാൻ പറ്റില്ല. ചിലരൊക്കെ അത് ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്തിനായാലും നമുക്കത് പിന്നെ ഓവർ ടൈമോ അതോ ഇതൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ അന്നത്തെ ടാർഗറ്റ് തീരുള്ളൂ. നമുക്ക് അടുത്ത ദിവസത്തേക്ക് എന്ന് പറയുന്നത് നമുക്ക് വേറെ കുറേ പ്ലാൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ റൊട്ടീന് നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഒരു റൊട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ അധികം സൈറ്റിൽ പല സ്ഥലം ഉണ്ടാവും, സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുക, ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ വന്നിരുന്നിട്ട് കാര്യങ്ങൾ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എല്ലാ വർക്കും കാര്യങ്ങളെല്ലാം ഇതേ പ്രൊജക്റ്റിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും അത് നടക്കാറില്ല. അതാണ് അതിൻ്റെ അകത്തുള്ള അതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും ആ ഒരു വീക്ക് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ടൈം ലിമിറ്റിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും തീർക്കണം. പക്ഷേ ഇപ്പോഴത്തെ വേറൊരു വലിയൊരു ആസ്പെക്ട് എന്താണെന്ന് പറഞ്ഞാൽ ലിറ്റിഗേഷൻസാണ്. എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ആർബിട്രേഷൻ ആക്റ്റൊക്കെ കുറേ അമെൻമെൻ്റൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടെന്ന് പറയുന്നത് എല്ലാ കോൺട്രാക്ടേഴ്സും ലിറ്റിഗേഷൻ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ലിറ്റിഗേഷൻ പോകും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു എക്സ്ട്രാ എനർജി കൺസ്യൂമിംഗ് ആണ്. ചില റീസണിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ചില അവാർഡ് കിട്ടും. അപ്പോൾ അവാർഡ് കിട്ടുമ്പോൾ ബാക്കി കോൺട്രാക്ടറും കൂടി സിമിലർ ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ ടേക്കപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ഒരു കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ. ഓക്കെ സാർ, ഇപ്പം അതുപോലെ ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ നോക്കുമ്പോഴില്ലേ, ഇപ്പോൾ അവർ തിയറിറ്റിക്കലായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പല സ്പെസിഫിക്കേഷൻസ് ആയിക്കോട്ടെ, ഡിസൈൻ കാര്യങ്ങൾ ഇതെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പം ഇത് പ്രാക്ടിക്കൽ ഫീൽഡിന് ഈ പഠിക്കുന്ന തിയറീസ് തന്നെ പ്രാക്ടിക്കൽ ഫീൽഡിൽ എത്രമാത്രം എക്സ്പോഷർ ഉണ്ട് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസ് തന്നെ പറയുന്നതാണ് നമ്മൾ തിയറി പഠിക്കുന്നുണ്ട്, പക്ഷേ പ്രാക്ടിക്കൽ സൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് അതിന് മാറ്റം വരാം, അത് നമുക്ക് ട്രെയിനിങ്ങിൽ കിട്ടും. ഇങ്ങനത്തെയൊക്കെ കുറേ മിസ്കൺസെപ്ഷൻസ് ചിലർക്ക് കാണാം. അപ്പോൾ അത് നമ്മൾ മാറ്റിക്കൊടുക്കാനും കൂടെ വേണ്ടിയാണ്. കറക്റ്റ് ആ തിയറി പഠിക്കുന്നത് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ്?
അല്ല, എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ആണല്ലോ, ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റഡി നമ്മളുള്ള എഞ്ചിനീയറിംഗിൽ അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ തിയറി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇപ്പം ബുക്കിൽ മാത്രം നോക്കിയിട്ട് ഈ സിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞാൽ സൈറ്റിൽ പോകാതെ ഒരാൾ സിമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ സിമെൻ്റ് ആണോ ഇത് ഫ്ലൈ ആഷ് ആണോ ഇത് വെറും ആഷ് ആണോ എന്ന് പറഞ്ഞാൽ വേണ്ട മനസ്സിലാവില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ പ്രാക്ടിക്കലായിട്ട് തന്നെ പിന്നെ ഇത് ഉണ്ടെങ്കിലും തിയറി ഉണ്ടെങ്കിലും അത് പ്രാക്ടിക്കലായിട്ട് ഈ സാധനങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ പല സാധനങ്ങളും നമ്മൾ പിന്നെ അവിടെ പോയി ചെക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ ചെക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നാൽ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് സിലബസ്, വാസ്റ്റ് ബ്രാഞ്ചാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു പെർട്ടിക്കുലർ ഒരു പ്രോജക്റ്റിൻ്റെ അകത്തിൽ ഒരു പെർട്ടിക്കുലർ ഒരു വർക്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു പോർഷൻ നമ്മൾ പഠിച്ച കാര്യം മാത്രമേ വേണ്ടൂ, ബാക്കിയുള്ള എക്സ്പെർട്ടൈസും കാര്യങ്ങളൊന്നും വേണ്ട. അതുപോലെ വെജിറ്റബിൾ വെൻഡർ സൈനും കോസ്റ്റും എന്തിനാ എന്നെ പഠിപ്പിച്ചതെന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു കാര്യമേ ഉള്ളൂ, മനസ്സിലായില്ല? അപ്പോൾ അതാണ് അതിൻ്റെ അകത്തുള്ള കാര്യം. എന്നാൽ പഠിക്കുന്നത് കൊണ്ട് എല്ലാം ബേസിക് എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പോൾ പല ബ്രാഞ്ച് ഇപ്പം ആദ്യമൊക്കെ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് അത് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എന്നായ. ഇപ്പം എത്ര ബ്രാഞ്ചസ് ഉണ്ട് അതിൽ? സിവിൽ എഞ്ചിനീയറിംഗ്, അപ്പോൾ പിന്നെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പിന്നെ ഇലക്ട്രോണിക്സ് വന്നു, പിന്നെ കമ്പ്യൂട്ടർ, IT, അത് കഴിഞ്ഞ് ഇപ്പം എത്ര ബ്രാഞ്ച് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ അകത്ത് സിവിലിൽ തന്നെ എത്ര ബ്രാഞ്ചസ് ഉണ്ട്, എത്ര സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു പിന്നെ ബെഞ്ച് മാർക്കാണ്. അതിനു വേണ്ടി നമ്മൾ ആ സിലബസ് പഠിക്കുന്നു, അതായത് നമുക്ക് ആ ഇതിനു വേണ്ടിയിട്ട്. പക്ഷേ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പോർഷൻ മാത്രമായിരിക്കും, ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അതിൽ, ആ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങളത് പഠിച്ച് അതിൻ്റെ അകത്ത് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തതുപോലെ നിങ്ങൾക്ക് അതിൽ ആ സ്ഥലത്ത് സിറ്റുവേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ചില സ്ഥലത്തൊക്കെ ഡിസിഷൻ എടുക്കാനാണ് ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഇതാകുന്നത്. സാർ അതുപോലെ തന്നെ സാറിൻ്റെ ടെന്യൂർ പീരീഡിൽ ഇപ്പം ഒരുപാട് സാർ ഒരു ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് തുടങ്ങി. അപ്പോൾ സാർ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിൽക്കുന്ന ടൈമിൽ ഒരുപാട് ജൂനിയർ എഞ്ചിനീയേഴ്സുമായിട്ട് സാറിന് കോൺവെർസേഷൻ വന്നിട്ടുണ്ടാവും, ഒരുപാട് ജൂനിയർ എഞ്ചിനീയേഴ്സ് സാർ കണ്ടുപോയിട്ടുണ്ട്. തീർച്ചയായും. അപ്പം ഇവരിലൊക്കെ സാർ കണ്ടിട്ടുള്ള ഇവർ ചില ആൾക്കാരെ കാണുന്ന അവർ ചെയ്യുന്ന കോമൺ മിസ്റ്റേക്സ് ചിലപ്പം കാണാം, കയറുന്ന ടൈമിലൊക്കെ വരുന്ന കോമൺ മിസ്റ്റേക്സ്. അങ്ങനെ സാർ നോട്ടീസ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ? അത് എങ്ങനെയാണ് അത് അവർ റെക്ടിഫൈ ചെയ്യുന്നത്? അതിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ അത് അറിയാനൊരു ആഗ്രഹം കാണും. കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് എന്തെങ്കിലും സാറ് കണ്ടിട്ടുണ്ടോ? കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ ഈ കമ്മിറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. കമ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഇലക്ട്രോണിക് യുഗത്തിൽ EMB മറ്റേന്നൊക്കെ പറയാം, EMB ആ സിറ്റുവേഷൻ്റെ അകത്തൊക്കെ ഞാൻ പണ്ട് പറഞ്ഞ കോപ്പി പേസ്റ്റാണ്. ആ കോപ്പി പേസ്റ്റൊക്കെ കുറേ എററൊക്കെ വന്ന് ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഈവൻ മെഷർമെൻറ്റ്സിൻ്റെ അകത്ത് തന്നെ കോപ്പി പേസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ അത് കെയർലെസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ അത് ഓവർ കോൺഫിഡൻസിൽ ചെയ്യാണ് ചിലപ്പോൾ. അപ്പോൾ അവിടെയുള്ള അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യ കാലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ഒരു എഞ്ചിനീയർ, എൻ്റെ വ്യൂവിൽ ഒരു എഞ്ചിനീയർ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനീയർ ആണെങ്കിൽ എന്തിനായാലും ഒരു സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം ഒരു 4 വർഷം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഡിഫറെൻറ്റ് ഫീൽഡിലുണ്ടെങ്കിൽ മാത്രം തന്നെ അയാൾക്ക് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ വർക്ക് സ്പെസിഫിക് ആയിരിക്കും. ഇപ്പോൾ റോഡിൻ്റെ വർക്ക് ചെയ്യുന്ന റോഡായിരിക്കും, ബിൽഡിംഗ് ആയിരിക്കും. എന്നാലും ആ ഒരു ഭാഗത്തുള്ള കാര്യങ്ങളിൽ എക്സ്പെർട്ട് ആണെങ്കിൽ ഒരു 4-5 വർഷത്തെ ആ നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ ആവുന്ന എൻ്റെ അഭിപ്രായം. ഞാൻ ചിലപ്പോൾ സ്ലോ ലേണർ ആയിരിക്കാം, അതെനിക്കറിയില്ല. എന്തിനായാലും എൻ്റെ കാര്യത്തിൻ്റെ അകത്ത് അങ്ങനെയാണ് ഞാൻ എന്നെ വാല്യൂറ്റ് ചെയ്യുന്നത്. സാർ ഇപ്പം നമ്മൾ മിസ്റ്റേക്സിനെ കുറിച്ച് പറഞ്ഞു. ഇതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയേഴ്സായി ജോയിൻ ചെയ്തതിൽ സാറ് നല്ല ക്വാളിറ്റീസ് ആയിട്ട് കണ്ട എന്തെങ്കിലും ക്വാളിറ്റീസ് സാറിന് ഇങ്ങനെ വാവെന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ? ക്വാളിറ്റീസ് വാവെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരു ഇൻഫർമേഷനോ കാര്യങ്ങളോ വേണമെന്ന് പറഞ്ഞാൽ നെറ്റിൽ നിന്നൊക്കെ വളരെ ഫാസ്റ്റായിട്ട് അവർ ഡിഗ് ചെയ്ത് എടുത്തിട്ട് കൊണ്ടുതരും. ഡാറ്റ മൈനിങ് അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ഇതായിട്ട് അവർ കൊണ്ടുതരും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറൈസ്ഡ് കാര്യങ്ങളാണ്, പിന്നെ ഡൈനാമിക് ആയിട്ട്, അതായത് ഈവൻ ഫീൽഡ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തൊക്കെ അവർ നല്ല പിന്നെ അപ്ഡേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അതായത് കാരണം അവർ ആ ലേറ്റസ്റ്റ് ടെക്നോളജി ആണല്ലോ ഇവർ മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ അതൊക്കെ അവരുടെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഏജ്ഡ് ആയിട്ട് ആൾക്കാർക്ക് കുറച്ച് സ്ലോ ആയിരിക്കാം അത് കാര്യങ്ങൾ. അങ്ങനത്തെ പ്ലസ്സും ഉണ്ട്, അതുപോലെ മൈനസും ഉണ്ട്. പിന്നെ
ക്ഷമയോടുകൂടി ചെയ്യാനുള്ള ആ ഒരു കാര്യം അവർക്ക് ലേക്കായിരിക്കുന്നത്. കാരണം നമ്മൾ രാത്രി 2 മണി വരെ ഇരുന്ന് MB ബുക്കിൻ്റെ അകത്ത് എഴുതിക്കൊണ്ടിരുന്നത് കാര്യങ്ങൾ ഇപ്പോൾ അവർ ആ ജോലി അവർക്കില്ല. അതെന്ന് വെച്ചാൽ കോൺട്രാക്ടേഴ്സ് തന്നെ ബില്ലുണ്ടാക്കിയിട്ട് അവർ ചെക്കിങ് മാത്രമേ വരുന്നുള്ളൂ. ആ ചെക്കിങ് ആകുമ്പോൾ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഓൾറെഡി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കാണും. അതാകുമ്പോൾ പിന്നെ ചെക്കിങ് തന്നെയാണ് അതിന് പറയുന്നത്. അപ്പോൾ ചെക്കിംഗ് ആണ്. മറ്റേത് ആക്ച്വൽ റെക്കോർഡിംഗ് ആണ്. ആ ഉള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അതുപോലെ ഈ ഡോക്യുമെൻറ്റ്സ്, അതായത് പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഡേ ടു ഡേ ആയിട്ടുള്ള ടെസ്റ്റിങ്, ഇത് സ്പെസിഫിക്കേഷൻ്റെ ഒരു ടെസ്റ്റിങ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡിനകത്ത് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ അതുമെല്ലാം അവരുടെ ചെയ്ത് കോൺട്രാക്ടഡ് ഏജൻസി ചെയ്താൽ മതി. അങ്ങനെയൊക്കെ കുറേ റിലാക്സേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ CPWDയിൽ ജൂനിയർ എഞ്ചിനീയേഴ്സിൻ്റെ എണ്ണം വളരെ വളരെ കുറവാണ്. അതാണിപ്പോൾ ഈ മേഡം പറഞ്ഞ പോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ അകത്തൊക്കെ പിന്നെ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ കുറച്ചാണ്. ഇപ്പം നമ്മുടെയൊക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു എവറി ആൾട്ടർനേറ്റ് ഇയറിൽ 200-300 JEസിനെ വെച്ച് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ വേറെ 50 പേര് 40 പേരാണ്. ഇപ്പോൾ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 50% പോലും JEs അവൈലബിൾ അല്ല. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉണ്ട്. പിന്നെ അതിനകത്തുള്ള പ്ലസ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ജനറേഷനിലൊക്കെ ഉള്ളവർക്ക് JEI ജോയിൻ ചെയ്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറായി പ്രൊമോഷൻ കിട്ടാൻ 20 വർഷം 25 വർഷമൊക്കെ എടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ട്രെങ്ത് വളരെ കുറവായതുകൊണ്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ 10 വർഷം 12 വർഷം ആകുമ്പോൾ അവരെല്ലാവരും അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകുന്നതിനുള്ള ഒരു പ്ലസ് പോയിന്റ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇപ്പം ട്രൈ ചെയ്ത ആസ്പിറൻസിന് പക്ഷേ നല്ല ഓപ്പർച്യൂണിറ്റി ഇപ്പം നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമ്മുടെ സമയത്തുള്ള പോലെ JEs ആയിട്ട് തന്നെ പിന്നെ ഒരു ലോങ് ഇയേഴ്സ് റിമൈൻ ചെയ്യേണ്ട കാര്യമുണ്ടല്ല. വളരെ ഷോർട്ട് പീരീഡിൽ തന്നെ ഗവൺമെൻറ് അങ്ങനെയാണ് ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം എല്ലാവരും 10 വർഷം 10 വർഷത്തിനുള്ളിൽ 10 വർഷം വേണ്ട 8 വർഷം 7 വർഷത്തിലൊക്കെ CPWD JEI ആവുന്നുണ്ട്. അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി. ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ട്രൈ ചെയ്യുന്ന കുട്ടികൾ നല്ല JEI തന്നെ ഇരിക്കേണ്ടി വരില്ല. അപ്പം പണ്ട് ഉള്ള വലിയൊരു ഡ്രോബാക്ക് ആയിരുന്നു അത്. ഇപ്പം നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്, ഹിസ്റ്റോറിക് സമരം ചെയ്തിട്ടുണ്ട്. അതായത് 87 ഞാൻ ജോയിൻ ചെയ്ത് നെക്സ്റ്റ് ഇയറിൽ. അപ്പോൾ അന്നത്തെ ക്രൈറ്റീരിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ 24 ഇയേഴ്സ് 25 ഇയേഴ്സ് ആയാലും JEI ആവുന്നില്ല. സ്റ്റാഗ്നേഷൻ കാര്യം, അത് ഈവൻ ഇൻക്രിമെൻറ്റ് പോലും കിട്ടൂല. സ്റ്റാഗ്നേഷൻ ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തിലൊരിക്കൽ ഒരു ഇൻക്രിമെൻറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർ. പിന്നെ കൂടാതെ ഡൽഹിയിലൊക്കെ എന്ന് വെച്ചാൽ ഏർലി മാരേജ് ഒക്കെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ അച്ഛനും മകനും JEI ആയിട്ട് നിൽക്കുന്നത്. ആ സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ നമുക്കൊരു സ്ട്രോങ് JEI അസോസിയേഷൻ ഉണ്ടായിരുന്നു. അവർ സ്ട്രൈക്ക് ചെയ്ത് പിന്നെ അതിനുശേഷം ഒരുപാട് റിഫോംസ്, ഈവൻ പേ സ്ട്രക്ചറിൻ്റെ അകത്ത് സെൻട്രൽ ഗവൺമെൻറ് ആകെ, അതായത് ഈ ACP MACP എന്നൊക്കെ പറയുന്ന കരിയർ പ്രോഗ്രഷൻ സ്കീമുകളൊക്കെ CPWD സ്ട്രൈക്കിന് ശേഷം CPWD സ്റ്റാഗ്നേഷൻ്റെ ബേസിലായിട്ട് ഉണ്ടാക്കിയതാണ് പേ കമ്മീഷൻ. അതായത് അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് അതൊരു സക്സസ് ആയിരുന്നു എന്ന് പറയാം. അന്നത്തെ വെച്ച് നോക്കുമ്പോൾ പെർക്സ് ആയിക്കോട്ടെ, പേ സ്കെയിൽ, പ്രൊമോഷൻ എല്ലാമേ എല്ലാത്തിനും നല്ല പിന്നെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. CPWD JEI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ ഇനിഷ്യൽ സാലറി ഒക്കെ നല്ല റീസണബിൾ, നല്ല സാലറിയും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഡീസൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാലറി തന്നെയാണ് ഗവൺമെൻറ് ഓഫിൻ്റെ ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ എന്തുതന്നെയായാലും ഇത് ജോയിൻ ചെയ്യുന്നവർക്ക് വളരെ ജോയിൻ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഇപ്പം സ്റ്റുഡൻസ് തന്നെ ഇപ്പം SSC JEIക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിനോട് ചോദിച്ചാൽ അവരുടെ ഡ്രീം ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പറയുന്നതും സെൻട്രൽ PWD ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ആസ്പിറൻസ് ആണ്. അപ്പൊ സാറിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് സാറിന് ഇപ്പൊ ഇവരോട് എന്താണ് ഒരു അഡ്വൈസ് പോലെ കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് CPWD പോലെയുള്ള നല്ല ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരോട് പിന്നെ സെലക്ഷൻ കിട്ടാൻ വേണ്ടി പ്രയത്നിക്കണം. അതാണ്. അപ്പോൾ അതായത് ആ ഒരു SSC റാങ്ക് ലിസ്റ്റ് ടോപ്പിൽ വരുന്നവർക്കാണ് CPWD കിട്ടുകയാണെങ്കിൽ ടോപ്പിൽ വരാൻ വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്ത് അവർ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ മാത്രമേ അവർ സക്സസ് ആകത്തുള്ളൂ. പിന്നെ കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ ചില ബാച്ചുകളിലൊന്നും ആരും തന്നെ സെലക്ട് ആകുന്നില്ല. ചില ബാച്ചിലൊക്കെ കുറച്ച് ആൾക്കാർ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് പിന്നെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ഹാർഡ് വർക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്കും വരാം. അവർക്കും ഇതേപോലെയുള്ള നല്ല പ്രോജക്ട്സ്, നല്ല എക്സ്പീരിയൻസ്, അതായത് നമ്മൾ പിന്നെ സർവീസിലുള്ള നമ്മുടെ മെയിനായിട്ടുള്ള ഗെയിം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ നമ്മൾ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നു, പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നു. ആ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഏത് സ്ഥലത്ത് പോകുന്നത് എല്ലാം നമ്മുടെ സ്ഥലം പോലെ തന്നെ തോന്നി നമുക്ക് അവിടെ ഫീൽ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു പുതിയ എല്ലാം ഉണ്ടായിരുന്നു നമുക്ക്. കാരണം അത് നമുക്ക് പിന്നെ ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്കും, ഞാനിപ്പോൾ 4 സ്റ്റേറ്റ് 5 സ്റ്റേറ്റിൽ വർക്ക് ചെയ്തിരിക്കുന്നു.
അപ്പോൾ അതുകൊണ്ട് പക്ഷേ എൻ്റെ കണക്ക് എൻ്റെ ട്രാൻസ്ഫറിൻ്റെ എണ്ണം കുറവാണ്, വളരെ വളരെ കുറവാണ്. ഞാൻ കേരളം, കർണാടകം, തമിഴ്നാട്, പിന്നെ ബോംബെ ഇത്രയും സ്ഥലങ്ങളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ നേരെ മറിച്ച് ഇതില്ലാതെ ആന്ധ്രയിലും പിന്നെ നോർത്ത് ഈസ്റ്റിലും അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അതിൻ്റെ ആ കാര്യത്തിൻ്റെ അകത്ത് വളരെ ലക്കാണ് ആ കാര്യത്തിൽ. അതായത് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് പോയാൽ ലാംഗ്വേജ് ബാരിയർ വരാതെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ലതായിരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി. പല പല ഓവറോൾ നമ്മൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഈ സർവീസ് എന്ന് എനിക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ന്യൂ എക്സ്പീരിയൻസിനോടൊക്കെ നല്ലോണം ട്രൈ ചെയ്ത് സക്സസ് ആയിട്ട് വരാൻ ഞാൻ ആശംസിക്കുന്നു. ഓക്കെ സാർ, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോലെ ഒരു വ്യക്തി വന്നിരുന്ന നമ്മളോട് ആ ഒരു പർട്ടിക്കുലർ എക്സാം ആയിക്കോട്ടെ ആ പോസ്റ്റിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് എപ്പോഴും സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്ക് വളരെയധികം അവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ത്രൂ എക്സ്പീരിയൻസ് അവർ മനസ്സിലാക്കുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് തിയറിയിൽ നിന്നൊക്കെ നിന്ന് നോക്കുമ്പോൾ. അപ്പം ഒരുപാട് നന്ദിയുണ്ട് സാർ. സിവിലിയൻസിൻ്റെ പേരിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം സാറിൻ്റെ വാല്യുബിൾ ടൈം ഇന്ന് കുറച്ച് നേരം നമ്മുടെ സിവിലിയൻസിനായി മാറ്റിവെച്ച് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി മാറ്റിവെച്ച് വന്നത്. താങ്ക് യു സോ മച്ച് സാർ. എനിക്ക് ഈ അവസരം തന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. കാരണം ഞങ്ങളൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് CPWD ഒരു JE നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് ഒരു കാര്യം അറിയില്ല. അതൊരു നമ്മളൊരു ഒരു ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് പോയ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളോ ഇൻട്രാക്ഷനൊക്കെ സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്കും എല്ലാവിധ ഭാവുകളും നേരുന്നു. നിങ്ങളുടെ കുട്ടികളൊക്കെ എല്ലാവരും സക്സസ് ആയിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ ഇത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സെഷനായിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ SSC JE ആയിട്ട്, അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ അത് മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരു സെഷൻ തന്നെയായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.